നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. കേരള കലാമണ്ഡലത്തിൽ സംസ്ഥാന വിദ്യാരംഗം സർഗോത്സവത്തിന് തുടക്കമായി. അഭിനയം, ചിത്രരചന എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്ന 3 ദിവസത്തെ ശില്പശാല കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വിദ്യാരംഗം സംസ്ഥാന സർഗോത്സവത്തിന് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസിൽ ആവേശകരമായ തുടക്കം. ചിത്രരചന, അഭിനയം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഫെബ്രുവരി 3 മുതൽ 5 വരെയാണ് സർഗോത്സവം നടക്കുന്നത്. വള്ളത്തോൾ സമാധിയിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഡോക്ടർ ER ശിവപ്രസാദ് രചിച്ച തുടി എന്ന നൃത്തശില്പം കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു. തീമഴത്തുള്ളിയായി കരളുരുക്കി മുഖക്കറ പശ ചേർത്തടച്ചു കെട്ടി. ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ ചിതയൊരുക്കി വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി. ചത്തമിഴികളിൽ കൂട്ടിലെത്തി കെട്ടകാലത്തിൽ കരിന്തേളുകൾ. ഉന്മാദനായി സിരതിളച്ചു ചോരച്ചുഴികളിൽ ബോധമറ്റു. നിങ്ങളൊരു പൂവായി വിരിഞ്ഞു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. മാറുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ കുട്ടികളുടെ കലാപരമായ താൽപര്യങ്ങൾക്കും മാനസിക മാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്നും നാടകവും ചിത്രരചനയും ജീവിതത്തിൽ വലിയ പ്രചോദനം നൽകുന്ന കലകളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വരും ദിവസങ്ങളിൽ സുരേഷ് കാട്ടിലങ്ങാടി, ശ്രീജിത്ത് രമണൻ തുടങ്ങി പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന വിവിധ ശില്പശാലകൾ സർഗോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഇതിനോടുള്ളൊരു പാഷൻ അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു വ്യക്തിപരമായ ആഭിമുഖ്യം കൊണ്ടും ഒരു അഭിനിവേശം കൊണ്ടൊക്കെ വരുന്നവർ അവരുടെ ഒരു ഇടപെടൽ കൊണ്ടാകാം. നമ്മൾ ഇന്നിവിടെ ആദ്യം തന്നെ കണ്ടു ലഹരിക്കെതിരെ നടത്തിയ ഒരു നാടകം നമ്മൾ കണ്ടു. അത് കിള്ളിമംഗലം സ്കൂളിന്റെ സംഭാവനയായിരുന്നു. ആദ്യമേ തന്നെ ഈ ഒരു അവതരണം ഇവിടെ നടത്തിയ കുട്ടികളെയും അതിന് തയ്യാറാക്കിയ സ്കൂളിനെയും അധ്യാപകരെയും ഒക്കെ അഭിനന്ദിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.